സൈബാമാനുമായി യാംജ വളരെ കരുത്തുറ്റ രീതിയിൽ ഫൈറ്റ് നടത്തി വിജയിച്ച ഉടനെ വെജീറ്റ അഭ്യസിച്ചു കൊടുത്ത ചതിപ്രയോഗത്തിലൂടെ ചാവേറായി മാറിക്കൊണ്ട് സൈബാമാൻ യാംജയെ വധിക്കുകയും യാംജയുടെ മരണത്തിന് പകരം ചോദിക്കുന്നതിനായി ക്രില്യൻ അവന്റെ മുഴുവൻ ശക്തിയും ആഗിരണം ചെയ്തുകൊണ്ട് വളരെ വലിയ ഒരു എനർജി അറ്റാക്ക് ആവാഹനം ചെയ്യുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 11ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. കഥ തുടരുമ്പോൾ നമ്മൾ കാണുന്നത് മുകളിലേക്ക് കൈകൾ ഉയർത്തിപ്പിടിച്ച ക്രില്യൻ അവന്റെ മുഴുവൻ എനർജിയും ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിന്റെ പ്രഭാവം കാണുന്ന ടിയാനും പിക്കലോയും ഒരടി പിറകോട്ട് മാറി നിൽക്കുകയും വെജിറ്റ നൽകിയ ആജ്ഞപ്രകാരം ഒരു സൈബാമാൻ ക്രില്യന് നേരെ ഓടിച്ചെല്ലുകയും ഇതെല്ലാം കാണുന്ന ക്രില്യൻ അവന്റെ അരിശത്തെ അടക്കാൻ കഴിയാതെ ഉടനടിയെ സ്കാറ്ററിംഗ് കിഹോഹ എന്ന എനർജി അറ്റാക്ക് പ്രയോഗിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 6 ശത്രുക്കൾക്കും നേർക്ക് ഒരേ സമയം സ്പ്ലിറ്റ് ചെയ്ത് എനർജിയെ അയക്കുകയും അതിതീവ്രമായിരുന്ന ആ ശക്തിയുടെ പ്രഭാവത്താൽ അവിടെ ഉണ്ടായിരുന്ന 4 സൈബാമാരിൽ 3 പേരും ഉടനടിയെ ചിതറി പൊട്ടിത്തെറിച്ച് മരിക്കുകയും ഗുഹാമുഖത്തിനുള്ളിൽ കയറി ഒളിച്ചിരുന്ന ഒരു സൈബാമാൻ മാത്രം രക്ഷപ്പെടുകയും അതിന്റെ പ്രഭാവം കണ്ട് പേടിച്ചു വിറച്ച നാപ്പയും വെജീറ്റയും അതിന്റെ തീവ്രതയിൽപ്പെട്ട് ഒരു നിമിഷം വെന്തുരുകുകയും ക്രില്യന്റെ വെറും ഒരു ഒറ്റ ആക്രമണത്തിൽ തന്നെ മുഴുവൻ ശത്രുക്കളും ഒരുമിച്ച് ഖനിക്കപ്പെട്ടു എന്ന് കരുതി ഗുഹാനും ടിയാനും ജോർസുവും വളരെയേറെ സന്തോഷിക്കുകയും പിക്കലോയ്ക്ക് മാത്രം എന്തോ പന്തികേട് തോന്നുകയും ഒരുവൻ മാത്രം എന്റെ കയ്യിൽ നിന്ന് വഴുതി മാറി എന്ന് പറഞ്ഞുകൊണ്ട് ക്രില്യൻ മിച്ചമുള്ള സായിബാമാനെ നോക്കുകയും ഗുഹാമുഖത്തിൽ നിന്നും ഗുഹാനെ വധിക്കുന്നതിന് വേണ്ടി സായിബാമാൻ ചാടിത്തെറിച്ച് പാഞ്ഞു വരികയും ഗുഹാന്റെ അയലത്തെത്തുന്നതിന് മുൻപേ സായിബാമാന്റെ കയ്യിൽ പിടിച്ച് പിക്കലോ സായിബാമാനെ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയുകയും പിക്കലോയുടെ വായിൽ നിന്നും ഡെവിൾ ലൈറ്റ് കാനോൺ എന്ന എനർജി അറ്റാക്ക് പ്രയോഗിച്ചുകൊണ്ട് സായിബാമാനെ ചുട്ടരിച്ച് ചാമ്പലാക്കുകയും അത് കാണുന്ന ടിയാൻ വളരെ സന്തോഷത്തോടെ ചിരിക്കുകയും എതിരാളിയായിരുന്ന പിക്കലോ തന്റെ ഒപ്പം ചേർന്ന് ഫൈറ്റ് ചെയ്യുന്നതോർക്കുമ്പോൾ ടിയാന് വളരെയേറെ അഭിമാനം തോന്നുകയും അതേസമയം അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവർ ചത്തു എന്ന് കരുതിയ വെജീറ്റയും നാപ്പയും പുകയിൽ നിന്ന് പുറത്തേക്ക് വരികയും മത്സരങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു, ഇനി നിന്റെ എല്ലാം ജീവനെടുക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് യുദ്ധത്തിന് തയ്യാറാവുകയും അത് കണ്ട സീ ഫൈറ്റേഴ്സ് എല്ലാം ഞെട്ടിവിറച്ച് നിൽക്കുകയും ഇവരെ 5 പേരെയും എന്റെ കൈകൾ കൊണ്ട് കൊന്നോട്ടെ എന്ന് സയാൻ പ്രിൻസായ വെജീറ്റയോട് നാപ്പ കെഞ്ചി ചോദിക്കുകയും ഡ്രാഗൺ ബോളിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്ന നമക്കേനായ പിക്കലോയെ ഒഴിച്ച് ബാക്കി എല്ലാരെയും നീ കൊന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വെജീറ്റ പൊട്ടിച്ചിരിക്കുകയും വളരെയേറെ അരിശം കൊണ്ട് സീ ഫൈറ്റേഴ്സ് എല്ലാവരോടും ഫൈറ്റ് ചെയ്യാൻ നാപ്പ പുറപ്പെടുകയും ക്രില്യന് നേരെ ഓടിച്ചെല്ലുന്ന നാപ്പയുടെ മുന്നിലേക്ക് പിക്കലോ വന്ന് നിൽക്കുകയും റിംഗ് ബീം കാനോൺ എന്ന സ്പെഷ്യൽ അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് നാപ്പയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അതിൽ നിന്ന് നാപ്പ തെന്നി മാറിയതും ആ അറ്റാക്ക് ചെന്നൊരു മലയിൽ പതിക്കുകയും ആ മല പൊട്ടിത്തെറിക്കുകയും അതേസമയം മിന്നിമാർന്ന ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് നാപ്പ തെന്നി മാറി പിക്കലോയുടെ പിന്നിൽ വന്ന് നിൽക്കുകയും പിക്കലോയെ അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കുകയും ആഘാതത്തോടെ തെറിച്ചു പോകുന്ന പിക്കലോയെ കാണുമ്പോൾ ഗുഹാൻ പിക്കലോ സാൻ എന്ന് അലറി വിളിക്കുകയും ഇതെല്ലാം കാണുന്ന നാപ്പ ഇപ്പോഴാണ് എനിക്ക് സന്തോഷം അധികമായത് എന്ന് പറഞ്ഞ് അലറി ചിരിക്കുകയും ഉടനടിയെ നാപ്പയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുവാനായി സീ ഫൈറ്റേഴ്സ് എല്ലാവരും ഒരുമിച്ച് തയ്യാറാവുകയും മണ്ണിൽ 2 കാലുകളും നിലയുറപ്പിച്ചു നിന്നുകൊണ്ട് ഭൂമിയെ മുഴുവനും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നാപ്പ അവന്റെ അപാരമായ ശക്തി ഉപയോഗിച്ച് അവരെല്ലാം നിന്നയിടം വിണ്ട് കീറത്തക്ക വിധത്തിലാക്കുകയും അവന്റെ ശക്തിയുടെ പ്രഭാവത്തിൽ അവർ നിന്നിരുന്ന ഇടത്തിലെ കല്ലും മണ്ണും എല്ലാം മുകളിലേക്ക് ഉയർന്നു പറക്കുകയും അതെല്ലാം കണ്ട് സീ ഫൈറ്റേഴ്സ് എല്ലാം ഞെട്ടിവിറച്ച് പേടിച്ചുകൊണ്ട് നിൽക്കുകയും ഇതിന്റെ എല്ലാം അവസാനം എനിക്ക് ഗണിക്കുവാൻ പോലും സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ പല്ല് കടിക്കുകയും ഇതേ സമയം നാഗപാതയിൽ കൂടി മിന്നൽ വേഗത്തിൽ പറന്നു വന്നുകൊണ്ടിരിക്കുന്ന ഗോകു അല്പം സമയം കൂടി എനിക്ക് വേണ്ടി പിടിച്ചു നിൽക്കൂ സുഹൃത്തുക്കളെ എന്നലറി പറഞ്ഞുകൊണ്ട് അവന്റെ കഴിവിന്റെയും ഇരട്ടി തീവ്രതയിൽ ശ്രമിച്ചുകൊണ്ട് 2 ഇരട്ടി വേഗതയിൽ നാഗപാതയിലൂടെ കണ്ണ് ചിമ്മ വേഗതയിൽ പറക്കുകയും ഇതേ സമയം ഭൂമിയിലെ മിന്നൽ ശക്തിയെ ആഗിരണം ചെയ്തുകൊണ്ട് നാപ്പ അവന്റെ ബേസ് പവറിൽ നിന്നും പവർ അപ്പ് ചെയ്തുകൊണ്ട് സയാൻ സോൾ എന്ന ബേസ് ഓറയിലേക്ക് മാറുകയും അത് കണ്ട് പവർ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ജോൾസുവിനെ ലളിതമായി ഒരു എനർജി അറ്റാക്ക് പ്രയോഗിച്ചുകൊണ്ട് അടിച്ച് ദൂരേക്ക് കളയുകയും അത് കണ്ട് ദേഷ്യമൊന്ന് പല്ല് കടിച്ചു നിൽക്കുന്ന ടിയാന് നേരെ ഓടിച്ചെല്ലുകയും മാരകമായ പ്രഹരങ്ങൾ നൽകി ടിയാന്റെ ഇടത് കൈ മുറിച്ചു കളയുകയും അത് കണ്ട് അലറി വിളിച്ച് കരയുന്ന ജോൾസുവിനെ കാണുന്ന വെജീറ്റയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നുകയും ഇതെല്ലാം കണ്ട് അരിശം കയറിയ ടിയാൻ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പറക്കുകയും നാപ്പയെ വധിക്കുന്നതിനായി എനർജി അറ്റാക്ക് ആഗിരണം ചെയ്യുന്നതിനിടയിൽ നാപ്പയുടെ അതിശക്തമായ പ്രഹരമേറ്റ് നിലത്ത് ചെന്ന് ടിയാൻ പതിക്കുകയും അതെല്ലാം കണ്ടെന്ന സീ ഫൈറ്റേഴ്സിൽ ക്രില്യൻ വളരെ അരിശത്തോടെ നാപ്പയെ ആക്രമിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുകയും മാരകമായ ഒരു എനർജി ബീം അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് നാപ്പ ക്രില്യനെ വധിക്കുവാൻ ശ്രമിക്കുകയും അവിടെ മുഴുവൻ സ്ഫോടന പ്രഭ നിറയുകയും അതിന്റെ തീഷ്ണ
തീക്ഷ്ണതയിൽ അവിടെ വലിയൊരു കൊടി രൂപപ്പെടുകയും ഇതെല്ലാം കണ്ട് സീ ഫൈറ്റേഴ്സ് എല്ലാം ഞെട്ടിവരണ്ട് നിൽക്കുകയും ക്രൂരനായ നാപ്പയുടെ മാരകമായ പ്രവർത്തികൾ കാണുന്ന ജോത്സു നാപ്പയുടെ പുറത്തേക്ക് ചാടിക്കേറിയിരിക്കുകയും അവന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പവർ അപ്പ് ചെയ്തുകൊണ്ട് പൊട്ടിത്തെറിച്ച് നാപ്പയെ വധിക്കുവാൻ ശ്രമിക്കുകയും മലയിലെല്ലാം പുറം ചെന്നിടിച്ച് ജോത്സുവിനെ കൊല്ലുവാൻ ശ്രമിക്കുന്ന നാപ്പയിൽ നിന്നും പിടിവിടാതെ ജോത്സു മുഴുവൻ ശക്തിയും ആഗിരണം ചെയ്തുകൊണ്ട് പൊട്ടിത്തെറിക്കുകയും എന്നോട് ക്ഷമിക്കൂ ടിയാൻ സാൻ എന്നും പറഞ്ഞ് പൊട്ടിക്കരയുകയും അങ്ങനെ ചെയ്യരുത് ജോത്സു എന്നും പറഞ്ഞ് ടിയാൻ അലറി വിളിച്ച് കരയുകയും അതൊന്നും തന്നെ വകവയ്ക്കാതെ ജോത്സു പൊട്ടിത്തെറിച്ച് നാപ്പയെ കൊല്ലുവാൻ വേണ്ടി ചാവുകയും അവിടെ മുഴുവൻ പ്രകാശപൂരിതമാവുകയും പുക കൊണ്ട് നിറയുകയും ചെയ്യുന്നു. ടിയാൻ ജോത്സു എന്ന് അലറി വിളിച്ച് കരയുകയും ആ കുഞ്ഞു ചെറുക്കന്റെ ത്യാഗത്തിന് വളരെ വലിയ വിലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ സന്തോഷത്തോടെ ചിരിക്കുകയും എന്നാൽ അതിനെല്ലാം വിപരീതമായി ജോത്സുവിന്റെ ചാവേർ സ്ഫോടനത്തിൽ നിന്നും അതിവിദഗ്ധമായി നാപ്പ സർവൈവ് ചെയ്യുകയും പൊട്ടിച്ചിരിക്കുന്നതും കാണുന്ന ടിയാൻ ഒരിക്കൽ ഡ്രാഗൺ ബോളുകൾ ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവന്ന ജോത്സുവിനെ ഇനി തിരികെ കൊണ്ടുവരാനാവില്ല, ഇതിന് നീ മറുപടി പറഞ്ഞേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ടിയാൻ നാപ്പയെ നോക്കി പല്ലുകടിക്കുകയും ശേഷിക്കുന്ന ഒറ്റ കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ടിയാൻ വളരെ മാരകമായ രീതിയിൽ നാപ്പയോട് ഫൈറ്റുകൾ ചെയ്യുകയും പലതരത്തിലുള്ള ആക്രമണ മുറകൾ ഉപയോഗിക്കുകയും ശക്തമായി തന്നെ ആക്രമിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം വഴുതി മാറുന്ന നാപ്പ ടിയാനിൽ നിന്നും ഒരിടി ഒഴിഞ്ഞു മാറവേ അതൊരു മലയിൽ ചെന്നിടിക്കുകയും മല പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും അരിശം പൂണ്ട് ചാടിത്തുള്ളി ചെല്ലുന്ന ടിയാനെ മാരകമായ 2 പ്രഹരം കൊണ്ട് കീഴടക്കി നാപ്പ ടിയാനെ നിലം പതിപ്പിക്കുകയും അതുകൊണ്ട് ദേഷ്യം വരുന്ന ക്രില്യൻ നാപ്പയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയും ഉചിതമായ സമയം വരെ നീ വെയിറ്റ് ചെയ്തേ പറ്റൂ ക്രില്യൻ എന്ന് പറഞ്ഞ് പിക്കലോ ക്രില്യനെ പിടിച്ചു നിർത്തുകയും പിക്കലോയുടെ പദ്ധതികളെല്ലാം കേൾക്കുന്ന വെജീറ്റ നിന്റെയൊക്കെ പദ്ധതി വെച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ തോപ്പിക്കാൻ സാധിക്കുമെന്നാണോ നീയൊക്കെ വിശ്വസിക്കുന്നത് എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുക. എന്നാൽ അതിന് മറുപടിയായി പിക്കലോ നിന്റെയൊക്കെ മുഖത്തെ ഈ ചിരി ഞങ്ങളുടെ ഗോക്കുസാൻ ഈ ഭൂമിയിൽ തിരിച്ചു വരുന്ന നിമിഷം തീരുമെന്ന് വളരെ പുച്ഛത്തോടെ വെജീറ്റയോട് പറയുകയും ഞങ്ങളെ തോപ്പിക്കാൻ മാത്രം ശക്തിയുള്ള ഒരുത്തൻ ഇനി വരുമെന്ന് വിശ്വസിക്കുന്ന നീയൊക്കെ എന്തൊരു മണ്ടനാണ് എന്ന് പറഞ്ഞു പിക്കലോയെ വെജീറ്റ കളിയാക്കുകയും അരിശം തീരാതെ നാപ്പ ടിയാനെ ഒരു മലയിലേക്ക് അടിച്ചു പറത്തുകയും നിലത്ത് വന്ന് വീഴുന്ന ടിയാനെ മുകളിലേക്ക് ഉയർന്നു പറന്ന് ഒരു എനർജി അറ്റാക്ക് അടിച്ച് കൊല്ലുവാൻ ശ്രമിക്കുമ്പോഴേക്ക് പിക്കലോയുടെ പദ്ധതി പ്രകാരം പിക്കലോയും ക്രില്ലിനും അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞു ചെന്ന് നാപ്പയെ ആക്രമിക്കുകയും അഴയ്ക്ക് ചെന്ന് വീഴുന്ന നാപ്പയെ എനർജി അറ്റാക്ക് പ്രയോഗിച്ചുകൊണ്ട് വധിക്കുവാൻ ഗുഹാനോട് പറയുകയും ഭീകരമായ നാപ്പയുടെ പ്രവർത്തനങ്ങൾ ഓർക്കുന്ന ഗുഹാൻ അതിന് കഴിയാതെ പേടിച്ചു വിറച്ച് നിൽക്കുകയും വേറെ നിവൃത്തിയില്ലെന്ന് കാണുന്ന പിക്കലോയും ക്രില്യാനും അത്ര ഉയരത്തിൽ നിന്ന് തന്നെ എനർജി അറ്റാക്ക് പ്രയോഗിച്ചുകൊണ്ട് നാപ്പയെ വധിക്കാൻ ശ്രമിക്കുകയും വളരെ ദൂരത്തിൽ നിന്ന് വരുന്ന അറ്റാക്ക് ആയതിനാൽ തന്നെ അത് മുൻകൂട്ടി സെൻസ് ചെയ്യുന്ന നാപ്പ അതിൽ നിന്നും തെന്നി മാറുകയും നിങ്ങളുടെ മരണമണി അടിച്ചു കഴിഞ്ഞിരിക്കുന്നു, വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കാൻ തയ്യാറാവുകയും ഗുഹാൻ പിക്കലോയോട് മാപ്പ് പറയുകയും അതേസമയം തന്നെ കാമിയുടെ താവളത്തിൽ നിന്നുകൊണ്ട് എന്റെ മരണത്തിന്റെ സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് മിസ്റ്റർ പോപ്പോയോട് കാമി പറയുകയും അതിനർത്ഥം പിക്കലോയുടെ മരണം അടുത്തു കഴിഞ്ഞിരിക്കുന്നോ എന്ന് മിസ്റ്റർ പോപ്പോ കാമിയോട് തിരക്കുകയും അത് ശരിയാണ്, അതിനിപ്പുറം ഗോക്കു വന്നില്ല എങ്കിൽ പിക്കലോയ്ക്ക് ശേഷം ഈ ഭൂമിയിലുള്ള സകലരും മരിച്ചു വീഴുന്നതാണ് എന്ന് വളരെ സങ്കടത്തോടുകൂടി കാമി പറയുകയും പക്ഷേ നിർഭാഗ്യവശാൽ ഗോകുവിന്റെ പ്രസൻസ് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കാമി വിഷമത്തോടെ പറയുകയും അതേസമയം കുട്ടിക്കാലം മുതലേ താൻ സ്വന്തം മകനെ പോലെ എടുത്തു വളർത്തിയ ജോത്സുവിന്റെ മരണം അർത്ഥമില്ലാതെ ആയി പോയല്ലോ എന്നോർത്ത് ടിയാൻ പല്ല് കടിക്കുകയും നാപ്പയെ കൊന്നു തിന്നുവാനുള്ള ദേഷ്യം അവന്റെ ഉള്ളിലേക്ക് വരികയും നിങ്ങൾ 4 പേരിൽ ആദ്യം ആരെയാണ് ഞാൻ കൊല്ലേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് നാപ്പ പൊട്ടിച്ചിരിക്കുകയും അതുകൊണ്ട് വെജീറ്റ വളരെയേറെ സന്തോഷിക്കുകയും നമക്കിയനെ മാത്രം ഞാൻ കൊല്ലാതെ ജീവശാമമായി വെച്ചിരിക്കും, അത് ഡ്രാഗൺ ബോളുകളെ കുറിച്ച് അറിയാൻ മാത്രമാണ് എന്ന് പറഞ്ഞ് വീണ്ടും ചിരിക്കുകയും അതേസമയം ടിയാൻ വളരെ ദേഷ്യത്തോടു കൂടി അവന്റെ മുഴുവൻ ശക്തിയും ആഗിരണം ചെയ്തുകൊണ്ട് എന്റെ ഈ അവസാന നിമിഷത്തെ പ്രഹരം കൊണ്ടാണെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും ജോത്സു എന്ന് ഉറക്കെ അലറി വിളിച്ചു പറഞ്ഞുകൊണ്ട് ടിയാന്റെ അവശേഷിക്കുന്ന മുഴുവൻ ശക്തി ആഗിരണം ചെയ്തുകൊണ്ട് അവന്റെ ഒറ്റ കൈ കൊണ്ട് വളരെ ശക്തമായ ഒരു ട്രൈ ബീം അറ്റാക്ക് പ്രയോഗിച്ചുകൊണ്ട് നാപ്പയെ വധിക്കാൻ ശ്രമിക്കുകയും അതിന്റെ പ്രഭാവം കാണുന്ന നാപ്പ ഞെട്ടിവിറയ്ക്കുകയും വെജീറ്റ ഒരു നിമിഷം അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയും പിക്കലോയ്ക്കും ക്രില്യനും വരെ വളരെ അത്ഭുതകരമായി തോന്നുകയും ടിവിയിൽ കൂടി തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന മാസ്റ്റർ റോഷിയും ബുൽമയും കൂട്ടരും ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുവാൻ പോലും സാധിക്കാതെ അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുകയും അത്രയ്ക്ക് മാരകമായ ആക്രമണത്തിൽ നിന്ന് പോലും അതിജീവിച്ചു വന്ന നാപ്പയെ കാണുന്ന ടിയാൻ ഇത് അവിശ്വസനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാന ജീവകണവും ചോർന്നു വീണു മരിക്കുകയും അത് കാണുന്ന ഗുഹാൻ സങ്കടം കൊണ്ട് കരയുകയും എത്ര വലിയ മണ്ടനായൊരു വിഡ്ഢിയാണിവൻ, അവന്റെ മുഴുവൻ ശക്തിയും ഒരു പാഴ്ശ്രമത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ജീവത്യാഗം ചെയ്ത ഇവൻ എത്ര വലിയ വിഡ്ഢിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെജീറ്റ ചിരിക്കുകയും അതെല്ലാം കാണുന്ന ക്രില്യൻ വളരെ അരിശത്തോടെ ഗോക്കു തിരികെ വരൂ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയും നാഗപാതയിൽ കൂടി അതീവ ശീഘ്രം പറന്നു വന്നുകൊണ്ടിരിക്കുന്ന ഗോക്കു ഞാൻ വരുന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാറി പറന്നു വരികയും ഗോക്കു എന്ന പേര് വീണ്ടും കേൾക്കുന്ന വെജീറ്റയ്ക്ക് എന്തോ വിചിത്രമായി തോന്നുകയും അവനെന്തോ ആലോചിച്ച് നിൽക്കുകയും അതേസമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുവനും കൂടി ചത്തു തൊലഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ നിങ്ങളിൽ ആദ്യം ആരെയാണ് കൊല്ലേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് നാപ്പ പൊട്ടിച്ചിരിക്കുകയും ഇതെല്ലാം കാണുന്ന പിക്കലോ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്താൽ ഇവനെ തോൽപ്പിക്കുവാൻ സാധിക്കില്ല, നമുക്ക് വേഗം തറയിലിറങ്ങണം എന്ന് ക്രില്യനോട് പറയുകയും അത് കേട്ടുകൊണ്ട് ക്രില്യനും പിക്കലോയും വേഗം തറയിലിറങ്ങുകയും ഇന്ത്യയൊക്കെ മരണം അടുത്തു കഴിഞ്ഞടാ എന്ന് പറഞ്ഞുകൊണ്ട് പാറി പറന്നുകൊണ്ട് നാപ്പ അവർക്ക് നേരെ കുതിച്ചു ചാടുകയും
ഒരു നിമിഷം അവിടെ നിൽക്കൂ നാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ നാപ്പയെ അലറി വിളിക്കുകയും പേടിച്ചു വരേണ്ട നാപ്പ ഒരു നിമിഷം അവിടെ സ്റ്റക്കായി നിന്നു പോവുകയും നീ അവരെ കൊല്ലുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുകയും നിങ്ങൾ സൺ ഗോക്കു എന്ന് പറഞ്ഞത് കാക്കറോട്ടിനെയാണോ? റാഡിസിനെ കൊല്ലുവാൻ വേണ്ടി ജീവത്യാഗം ചെയ്ത ആ മണ്ടനെയാണോ നിങ്ങളുടെ അവസാനത്തെ ഹോപ്പായി കണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ റാഡിസിന്റെ ഒപ്പം പോലും പിടിച്ചു നിൽക്കുവാൻ കെൽപ്പില്ലാത്ത അവൻ വന്നാൽ ഞങ്ങളെ രണ്ടുപേരെയും കൊന്നു തള്ളുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പിക്കലോയോടും ക്രില്ലിനോടും വെജിറ്റ ചോദിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഇത് കേൾക്കുന്ന പിക്കലോയ്ക്ക് വളരെയധികം അരിശം വരികയും ഗോക്കു ഇപ്പോൾ പഴയതുപോലെ ഒരാളല്ല, അവനിപ്പോൾ ഈ ലോകത്തിലെ തന്നെ അതിശക്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവന്റെ ശക്തിയുടെ ഒരു അംശം മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. അവനെങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരുത്തന്റെയും പൊടി പോലും ഇവിടുന്ന് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ അലറുകയും ഇത് കേൾക്കുന്ന വെജിറ്റയ്ക്ക് വളരെയധികം അരിശം വരികയും നിന്റെയൊക്കെ വിശ്വാസം ഒരിക്കലും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് 3 മണിക്കൂർ സമയം നൽകാം. അതിനു മുന്നേ നിങ്ങളുടെ ഗോക്കു എങ്ങാനും ഇവിടെ വന്നാൽ അവനെ നിങ്ങളുടെ മുന്നിലിട്ട് കൊന്നതിന് ശേഷം മാത്രമേ ഇനി നിങ്ങളിൽ ആരെങ്കിലും ഞാൻ കൊല്ലുകയുള്ളൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയും അതൊന്നും വകവയ്ക്കാതെ പിക്കലോയെ കൊല്ലുവാൻ വേണ്ടി ഓടിച്ചെല്ലുന്ന നാപ്പയെ വെജിറ്റ അലറി വിളിക്കുകയും ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നാപ്പ, എന്റെ ആജ്ഞ നീ അനുസരിക്കില്ലേ എന്ന് അലറി ചോദിക്കുകയും അത് കേട്ട് ഭയന്ന് വരയ്ക്കുന്ന നാപ്പ എന്നോട് ക്ഷമിക്കൂ വെജിറ്റ, ഞാൻ ഉറപ്പായും അങ്ങയ്ക്ക് വേണ്ടി 3 മണിക്കൂർ കാത്തിരിക്കാം. അതിനുശേഷം എന്റെ കൈകൊണ്ട് തന്നെ ഇവന്മാരെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് തല കുമ്പിട്ട് നിൽക്കുകയും അത് കാണുന്ന പിക്കലോയ്ക്ക് വളരെയധികം ടെൻഷൻ വരികയും പല്ല് കടിച്ചുകൊണ്ട് അവരെ നോക്കി നിൽക്കുകയും അത് കണ്ട് ഗുഹാൻ സങ്കടപ്പെട്ട് നിൽക്കുകയും ക്രില്യൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ സഹതാപത്തോടെ നിൽക്കുകയും ഇവിടേക്ക് വരാൻ 2 വർഷം കാത്തിരുന്നവരാണ് ഞങ്ങൾ. നിന്റെയൊക്കെ ലാസ്റ്റ് ഹോ സൺ ഗോക്കു വരുവാൻ 3 മണിക്കൂർ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അവനെങ്ങാനും വന്നാൽ അവനെ കൊന്നിട്ട് അവന്റെ ശവത്തിന്റെ മുന്നിൽ വെച്ച് നിങ്ങളിൽ ഓരോന്നിനെയും ഞാൻ കൊന്നു തള്ളും എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ പൊട്ടിച്ചിരിക്കുകയും അതേസമയം വിശ്രമം പോലുമില്ലാതെ നാഗപ്പതൽ കൂടി മിന്നൽ വേഗത്തിൽ അതീവ ശീഘ്രം തന്നെ അതിശക്തമായ വേഗതയിൽ ഗോക്കു പറന്നു വരുന്നതും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 1000 സബ്സ്ക്രൈബുകൾ നേടുവാനുള്ള യാത്രയിലേക്ക് ഒരു സബ്സ്ക്രൈബ് നൽകി സഹകരിക്കുക. തുടർന്നുള്ള വീഡിയോകളുടെ ഇൻഫർമേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.